എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെയധികം മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച ഈ ഒരു വലിയൊരു അപകടം എന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂൾ ബസ്സിലാണ് നമ്മുടെ കൃഷ്ണേന്ദു എന്ന് പറയുന്ന കുട്ടി സ്കൂൾ ബസ്സിലാണ് അതിനെ വീട്ടിലെന്നും കൊണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ചെറിയൊരു ഇടവഴിയാണ്. ആ വഴിയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുമ്പോൾ തൊട്ട് മുന്നിൽ കുട്ടിയുടെ വീടാണ്. അപ്പോൾ കുട്ടി വീട്ടിലേക്ക് കയറിപ്പോവും, അതാണ് പതിവ്. അപ്പോൾ ഇന്ന് സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ എന്നത്തെ പോലെ തന്നെ വൈകുന്നേരം സ്കൂളിൽ മടവൂർ LPS ഗവൺമെൻറ് LPS സ്കൂളാണ്. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ കുട്ടിയെ സ്കൂൾ ബസ്സിൽ തന്നെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ മുന്നിലാക്കി. അപ്പോൾ കുട്ടിയെ വണ്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് ആക്കിയിട്ട് ആയ വണ്ടിക്കകത്ത് തിരിച്ച് കയറി. ആ സമയത്ത് വണ്ടി വിടാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല, കുട്ടിയുടെ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് അറിയില്ലല്ലോ, വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കവേ കേബിളിൻ്റെ വർക്ക് നടക്കുന്നതിനെ തുടർന്ന് ഒയർ അവിടെ അലക്ഷ്യമായിട്ട് കിടക്കുകയായിരുന്നു. ഒയറിൽ തട്ടി കുഞ്ഞ് വണ്ടിയുടെ മുന്നിലേക്ക് വീഴുകയും കുഞ്ഞ് വീണത് അറിയാതെ ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ വണ്ടിയുടെ രണ്ട് ബീലുകൾ, വണ്ടിയുടെ ടയർ കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. ആ ക്ഷണം തന്നെ കുഞ്ഞ് മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഇത് കണ്ടുകൊണ്ട് നിന്ന ഒന്ന് രണ്ട് പേരൊക്കെ, വേറൊരു വാഹനത്തിൽ വന്നൊരാളും ഇത് കണ്ടുകൊണ്ട് നിന്നൊരാളൂടിയൊക്കെ വന്നിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുകയാണ് ഉണ്ടായത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കണം ഒരു പക്ഷേ. കുഞ്ഞു ശരീരമല്ലേ, പിഞ്ചു ശരീരമല്ലേ. അപ്പോൾ ആ ഒരു സംഭവം നേരിൽ കണ്ട് ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനെ കോരിയെടുക്കുന്ന സമയത്ത് തന്നെ ശരീരമൊക്കെ നല്ല തണുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒടുവിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ ശരീരം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസൊക്കെ വേണ്ടുന്ന രീതിയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പറയാനായിട്ട് വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരുപാട് മരണം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് തീരെ ചെറിയ കുഞ്ഞാണ്, അതിൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ടാക്കിയതാണ് കുഞ്ഞിനെ, അല്ലേ? അപ്പോൾ മരണം ഏത് രീതിയിൽ വേണമെങ്കിലും വന്ന് നമ്മെ പിടികൂടാം, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അവൾ എന്നും റോഡ് ക്രോസ് ചെയ്യുന്ന വഴി, അത് കാണുമ്പോൾ തന്നെ അറിയാം, വീടിൻ്റെ തൊട്ട് മുന്നിലാണ്, ചെറിയൊരു വഴിയാണ്, അതിൻ്റെ മുന്നിലാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് വിടുന്നത്. ആ വീടിൻ്റെ മുന്നിൽ എന്നും അവൾ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വഴിയിൽ വെച്ചിട്ട് അവൾക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ തന്നെ കരുതിയിട്ടുണ്ടാവില്ല, അല്ലേ? അങ്ങനെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് മദ്രസയിൽ പോയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് വണ്ടി കയറി ഇറങ്ങിയത് നമ്മൾ കണ്ടു. പിന്നീട് നിയന്ത്രണം വിട്ടു വന്ന വണ്ടി വേറെ 2-3 കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് നമ്മൾ കണ്ടു. അങ്ങനെ പലതരത്തിലുള്ള വാഹന അപകടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വാഹനപ്പെരുപ്പം ഇതിനൊക്കെ ഒരു കാരണം തന്നെയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് വാഹനങ്ങളുണ്ടാവും. അപ്പോൾ തന്നെ എല്ലാവർക്കും വാഹനപ്പെരുപ്പത്തിൻ്റെ കാരണം തന്നെ അതാണ്. ഇഷ്ടംപോലെ വാഹനം കാണും, ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ. പിന്നെയെന്ന് വെച്ചാൽ, റോഡിലേക്ക് വാഹനം ഇറക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് മത്സരമാണ് ആര് ഓടിച്ച് മുന്നിലെത്തുന്നുള്ളത്. ശരിക്കും അന്തം വിട്ടു പോകുന്നൊരു കാഴ്ചയെന്ന് വെച്ചാൽ, ഈ വലിയ വലിയ വാഹനങ്ങളുണ്ടല്ലോ, വലിയ വലിയ ലോറിക്കും ബസ്സിനെയും ഓവർടേക്ക് ചെയ്ത് ബൈക്ക് യാത്രക്കാർ പോകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. ശരിക്കും പറയുകയാണെങ്കിൽ സൈഡിൽ അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പോയി, എന്നാൽ പോലും അവർക്കൊന്നും ഒരു പേടിയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ ഈ ഒരു പോക്കെന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ആരുടെയും കയ്യിൽ തെറ്റല്ല. കുട്ടി ഇങ്ങനെ വയറിൽ തട്ടി വീണതാണ്. പക്ഷേ ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു അന്വേഷണത്തിനായിട്ട് നമ്മുടെ ഭരണസമിതി ഉത്തരവിട്ടിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാരൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷണം വേണമെന്ന്. കൃഷ്ണേന്ദു എന്നാണ് ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പൊന്നുമോളുടെ പേര്. ആ ഒരു വീട്ടുകാർ ആ ഒരു സമയത്ത് വീട്ടിനുള്ളിലില്ലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു കാഴ്ച അവർ കാണേണ്ടി വന്നിരുന്നെങ്കിൽ ഉള്ള ആ ഒരു അവസ്ഥ
ഭഗവാനെ ഒരിക്കലും ആ ഒരു മാതാവിൻ്റെ ആയാലും പിതാവിൻ്റെ ആയാലും മനസ്സിൽ നിന്ന് ആ ഒരു കാഴ്ച ഒരിക്കലും മങ്ങിപ്പോവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെ എന്ത് ജോലി എന്തിന് പോയാലും കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് അവരെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ മറ്റ് ആരെയെങ്കിലും അതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തുക എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ആപത്ത് ആർക്കും ഇനി ഉണ്ടാവാതെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് അവരെ കൊണ്ടാക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടാക്കുക, തിരികെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ വീട്ടിൽ തിരികെ കൊണ്ടുവരിക. നമ്മളെ വീട്ടിനുള്ളിലും കറണ്ടിലൊക്കെ കളിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൊബൈൽ ചാർജ് കുത്തിയിട്ടിരിക്കുന്ന ആ ഒരു ചാർജറിൻ്റെ തുമ്പിൽ കറണ്ടിൽ കൊടുത്തിട്ടിരിക്കുമ്പോൾ കുട്ടികളൊന്നും എടുത്ത് കടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് വരാം. ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്, മനസ്സിന് വിഷമം വരാനായിട്ട് അല്ലേ. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. ബൈ.